ആണ്. അപ്പം കോളേജിൽ പഠിക്കുന്ന ചേച്ചിമാർക്കും സ്കൂളിൽ പഠിക്കുന്ന അനിയത്തിമാർക്കും ഒക്കെ സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റിയ കുറച്ച് മേക്കപ്പ് ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന മേക്കപ്പുകളാണിത്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറാക്കുന്നില്ല. അതിന് മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന എൻ്റെ ക്രീമാണ് മുഖത്തിടുന്ന നാച്ചുറൽ വൈറ്റ് ഒലയുടെ ക്രീമാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഈ ക്രീമാണ്. നമ്മൾ ഇപ്പം മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ക്രീം ഇടത്തില്ലേ, അപ്പം ഞാൻ ഇടുന്ന ക്രീം ഇതായതുകൊണ്ട് നമുക്കിതിടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ഇടാമേ. ഇപ്പം ഞാൻ ഇതിടുന്നത് കൊണ്ട് ഇതിടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ഇടാം. നിങ്ങൾ എന്ത് ക്രീമാണോ ഇടുന്നത് അത് ഡെയിലി യൂസ് ചെയ്യാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ക്രീം മാറ്റി ഉപയോഗിക്കരുത്. മാറ്റി ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല. ലൈറ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വലിയ ഡാർക്ക് ആയിട്ടുള്ളതൊന്നുമല്ല. ഇപ്പം ഇത് യഥാർത്ഥത്തിൽ ഇത് ഐലൈനറാണ് ഡാസ്ലറിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പക്ഷേ ഇത് തീരാറാവുമ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഐബ്രോയ്ക്ക് വേണ്ടിയാണ്. കാര്യം ഐബ്രോയിൽ എഴുതുമ്പോൾ ഒരുപാട് കളർ വരത്തില്ല, എന്നാൽ എഴുതിയെന്ന് തന്നെ തോന്നുന്നുണ്ട്. ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് അത്രയും സെറ്റ് ആയില്ല, ഈ സൈഡ് കണ്ടോ അതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തതായിട്ടാണ് നമ്മുടെ ഐലൈനർ എഴുതാൻ പോവാണ്. അതും ലാക്മേയുടെ ഐലൈനറാണ്. ഞാൻ കണ്ടെഴുതുന്ന വീഡിയോ ഇതിന് മുമ്പത്തെ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ കാണുന്നവർക്കാണെങ്കിൽ ഇതറിയാം. ഓക്കെ, നമുക്കിത് തുറക്കാൻ പറ്റുന്നില്ല. ഇതിപ്പം ക്യാമറയുടെ ഇത്രയും മുന്നിലോട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ നോക്കാതെ എഴുതാൻ പറ്റത്തില്ല കേട്ടോ. മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുമായിരുന്നു. ഞാൻ ഐലൈനറൊക്കെ ഏകദേശം വരച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിയല്ലേ ഐലൈനർ എഴുതുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കുമ്പം തെറ്റിപ്പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഐലൈനർ എഴുതുന്ന വീഡിയോ കാണണമെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അത്ര നന്നായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം അല്ലേ. അപ്പം നമ്മൾ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലോപ്പൊക്കെ ആയെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഫ്ലോപ്പ് ആകാത്ത വീഡിയോ കാണണമെങ്കിൽ ഇതിന് മുമ്പത്തുള്ള വീഡിയോ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐലൈനർ എഴുതുന്ന വ്ളോഗായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് പക്ഷേ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സൈഡിലെ വാലൊക്കെ എന്തോ വളഞ്ഞല്ല, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഈ ഐലൈനർ വരച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ ലിപ്പിലുള്ള പരിപാടിയാണ്. എൻ്റെ ലിപ്പ് കണ്ടില്ലേ, നല്ല കറുത്തിരിക്കുക. എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, സിഗരറ്റ് വലിക്കുമെന്ന്. പക്ഷെ എന്തോ പണ്ടുതൊട്ടേ അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ് ബാം ആണ്. ഇത് ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ കാണാൻ പറ്റുമോ, ഇതൊരു പിങ്ക് കളറായിരുന്നു, പിന്നെ ഇതിപ്പോൾ മാറി വേറെ കളറായി. അപ്പം ഞാൻ ഇത് ഇച്ചിരി തേച്ച് കൊടുക്കാം ആദ്യം. അപ്പം ഞാൻ ചെറുതായിട്ട് ലിപ് ബാം ആയാൽ പോലും എന്തായാൽ പോലും ഞാനൊരു ശകലേ തേക്കും. ഒരുപാട് തേച്ചാലും കുറച്ച് ബോറായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും തേച്ചാൽ മതി. ഞാനൊരു ശകലേ തേച്ചിട്ടുള്ളൂ. ഒരുപാടുള്ള ഡാർക്ക്നെസ് അങ്ങ് കുറയാൻ വേണ്ടിയാണ് ഈ ഇച്ചിരി ഒരു ലിപ് ബാം തേച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി ലിപ് ബാം തേക്കാം. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്, ലിപ്സ്റ്റിക് ഇടാം. എൻ്റെ ചുണ്ട് നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ലിപ് ബാം ഇട്ടു. ഞാൻ ലിപ് ബാം ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത് കേട്ടോ. ഇത് നല്ല പിങ്ക് കളറാണ്. അപ്പം എൻ്റെ ചുണ്ടിന് നല്ല ഡാർക്ക് ആയതുകൊണ്ട് പിങ്ക് ഇട്ടാലെങ്കിലേ അറിയത്തുള്ളൂ, ആ ഡാർക്ക്നെസ് കുറഞ്ഞിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ പിങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇടാം. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞു. നിങ്ങളൊക്കെ ലിപ്സ്റ്റിക്ക് തേക്കുന്നത് ഞാൻ ലിപ്സ്റ്റിക്ക് തേക്കുന്നത് നല്ല മാതിരി ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇട്ടാൽ ഭയങ്കര ബോറായിരിക്കും. ഞാൻ അങ്ങനെ ഒരുപാട് ഇടാറില്ല. ഇവിടെ വരുമ്പോൾ മാത്രം കുറച്ചേ ഇടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുത്തിയിട്ടിട്ടൊക്കെ ഇങ്ങനെ ആക്കി നല്ലതായിട്ട് ആക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങൾക്ക് എൻ്റെ ലിപ്സ്റ്റിക് ഇട്ടത് എന്തെങ്കിലും ബോറായിട്ട് തോന്നുമോ, ഇത് ഞാൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇടും, ആ കറുപ്പൊന്ന് കുറയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഞാൻ ഈ കണ്ണിൻ്റെ താഴെ ഐലൈനർ വെച്ച് വരയ്ക്കത്തില്ല. കാര്യം ഞാൻ കുറേ വട്ടം വരച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല എനിക്ക്. അത് മാത്രമല്ല താഴെ വരയ്ക്കാനായിട്ട് ഒരു പേടിയാ, പറ്റത്തുമില്ല. ചിലതിനകത്ത് മാത്രം ഞാൻ സ്റ്റിക്ക് വെച്ചൊക്കെയ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതും ഭയങ്കര പ്രയാസമാണ്. അപ്പം ഞാൻ ഒന്ന് വിചാരിച്ച് ഒന്ന് എഴുതി നോക്കാമെന്ന്. അപ്പം ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഒരു സംഭവം ബഡ്സ് ആണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ബഡ്സ് കാണുമല്ലോ. എന്നിട്ട് കാജലിൻ്റെ ഒരു കൺമഷിയും, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് എനിക്ക് ആരോ പറഞ്ഞു തന്നെ കേട്ടോ. ആരായിരുന്നു, ആരും ഒരാൾ എനിക്ക് പറഞ്ഞു തന്നെ. എന്നിട്ട് കണ്ണിൻ്റെ താഴെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം നിങ്ങൾക്ക് ഈ താഴെ എഴുതാൻ അറിയാത്തവർ ഇത് ചെയ്താൽ മതി. സ്പ്രെഡ് ആയാലും ഈ സൈഡ് കൊണ്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ, നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഞാൻ താഴെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പം ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തതാണ്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പൊട്ടിടാം അല്ലേ. ഞാൻ കുഞ്ഞു പൊട്ടാണ് യൂസ് ചെയ്യുന്നത്, ചില സമയത്ത് വലിയ പൊട്ട്. അപ്പം ഞാൻ വലിയ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, എൻ്റെ മുഖം വല്ലാതെ വികൃതമായിപ്പോയല്ലേ. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ട്, കല്ലിൻ്റെ പൊട്ട് ഇടണമെങ്കിൽ കല്ലിൻ്റെ പൊട്ട്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈല് നമുക്ക് റെഡിയാക്കാം അല്ലേ. അപ്പം നമുക്ക് ഹെയറിലോട്ട് വാങ്ങി ആദ്യമേ തന്നെ മുടിയിൽ നടുക്കൂടെയൊക്കെ രണ്ടായിട്ട് വവരൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ നിന്ന് എടുക്കേണ്ടതെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഒരാഴ്ചയല്ല, ഒരു 2-3 ദിവസം കൊണ്ട് നടുക്കൂടെ വവര എടുത്തിട്ടൊക്കെയാ വീഡിയോയ്ക്കകത്ത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇന്നലെ ഇട്ട വ്ളോഗിനകത്തും ഒക്കെ ഞാൻ നടുക്കൂടാ. ഇപ്പം എന്തോ ആണെന്ന് അറിഞ്ഞൂടാ, നടുക്കൂടുള്ള വവര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്ക് തന്നെ തോന്നത്തില്ലേ, നമ്മുടെ മുടി ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഭംഗി തോന്നിക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നടുക്കൂടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യമേ നിങ്ങളുടെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇപ്പം നമ്മൾ മുടി കെട്ടുന്നതിന് മുമ്പ് മുടിയിലെ ജടയെല്ലാം കളഞ്ഞിരിക്കണം. എന്നാലേ മുടി കെട്ടുമ്പോൾ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ.
ആ ഒരു എന്താ ഭംഗി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മുടിയിലെ ജടയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ മുടി നല്ല ഓയിലിയാണ്, ഇന്നലെയും കൂടെ ഓയിലൊക്കെ ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ഓയിലിയാണ്. ഇപ്പം നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം, എന്നാലേ നല്ല ഉറപ്പോട് കൂടി നമ്മുടെ ഹെയർ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്കൊരു സ്ലൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് ടൈറ്റ് ആവുന്നവരെ ഇനി 2 സ്ലൈഡ് കുത്തുന്നവരെ 2 സ്ലൈഡ് കുത്താം. നിങ്ങൾക്ക് ടൈറ്റ് ആവുന്നവരെ ഒന്ന് കുത്തി നോക്കണം. എന്നിട്ട് നമുക്ക് ഈ സൈഡിലും അതുപോലെ എടുക്കണം. നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സൈഡിൻ്റെ ഇവിടെയും ഈ സൈഡിൻ്റെ ഇവിടെയും കറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മൾ ഇതുപോലെ വന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുക്കണം, എന്നാലേ നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ ഹെയർ നല്ല ഓയിലി ആയതുകൊണ്ടാണ് ഇങ്ങനെ പമ്മെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുടിയൊക്കെ നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ ഇട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ കോളേജിൽ പോകുന്നവരും സ്കൂൾ കുട്ടികളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഷാമ്പൂ ഇട്ടിട്ടല്ലേ പോകും. ഓയിലി ആയിട്ട് ഹെയർ ഇട്ടിട്ട് ആരും അങ്ങനെ പോകാറില്ല. അപ്പോൾ നിങ്ങൾ ഹെയറൊക്കെ നല്ലതായിട്ട് ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തിടാൻ. അപ്പം ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫായിപ്പോയി, കറണ്ട് പോയി. അപ്പം ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് നോക്കിയത്, കറണ്ട് പോകുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാണും, അപ്പം ഇനി ലൈറ്റ് കാണത്തില്ല. ഓക്കെ, സിന്ദൂരം ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ഓണാണെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ ഓണല്ലായിരുന്നു, അത് അബദ്ധം പറ്റിപ്പോയി. അപ്പം ഇങ്ങനെ സിന്ദൂരം ഇട്ട് ഇപ്പം നല്ല ഭംഗിയായെന്ന് തോന്നുന്നു. ഇപ്പം കോളേജിൽ പോകുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ പോകാം, സ്കൂളിൽ പോകുന്നവർക്ക് സിന്ദൂരം ഒന്നും ഇടല്ലോ കേട്ടോ. അപ്പം കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മാത്രമേ സിന്ദൂരം ഇട്ടുകൊണ്ട് പോകാവൂ, അല്ലാത്തവർ സിന്ദൂരം ഇട്ടുകൊണ്ട് പോവല്ലേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.